മലയാളത്തിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് റിലീസ് സിനിമകളുടെ ഒരു ട്രെൻഡ് അങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ ആഴ്ച രാവണപ്രഭു തിയേറ്റർ നിറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആഘോഷങ്ങളുടെയൊക്കെ വാർത്തകളും വീഡിയോകളൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടതായിരിക്കുമല്ലോ. അത് മാത്രമല്ല കളക്ഷൻ വൈസ് നോക്കിയാലും ഇപ്പം തന്നെ 2 കോടി അടുപ്പിച്ചെന്തോ രണ്ടാമത് ആ കളക്ഷൻ ആ സിനിമയ്ക്ക് കിട്ടി. ആൾക്കാരങ്ങ് എടുത്ത് ആഘോഷിക്കുകയാണ്. തിയേറ്ററിൽ പോയി ആൾക്കാർ ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, അങ്ങനെ അങ്ങ് സെലിബ്രേഷൻ. മറ്റേ ഫസ്റ്റ് ഒരു സിനിമ കാണുന്ന അതേ മൂവി രജനീകാന്തിൻ്റെ ഒക്കെ വിജയുടെ പടമൊക്കെ തമിഴ്നാട്ടിൽ ആഘോഷിക്കുന്ന പോലെ ആൾക്കാർ ആഘോഷിക്കുകയാണ്. ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്പടി ഇറങ്ങിയപ്പോഴും ഇതേപോലെ തന്നെ ആഘോഷമുണ്ട്. ആൾക്കാർ പോയി വീണ്ടും കണ്ടിരുന്നു. പിന്നെ മണിച്ചിത്രത്താഴ് ദേവദൂതൻ, അത് അന്ന് കാണാൻ ദേവദൂതൻ കുറച്ച് റീമാസ്റ്റർ ചെയ്ത് ട്രിം ചെയ്തൊക്കെ കുറച്ചുകൂടെ ചുരുക്കിയാണ് ഇറക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പടത്തിൻ്റെ ലാഗ് കുറഞ്ഞിരുന്നു. ഒരു ഫ്രഷ് ആയിട്ടാണ് പലർക്കും ഫീൽ ചെയ്ത്. അങ്ങനെ ആ പടത്തിന് കളക്ഷൻ കിട്ടി. മണിച്ചിത്രത്താഴ് നമുക്ക് മലയാളത്തിൻ്റെ കാലും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായതുകൊണ്ട് അതും വളരെയധികം നല്ല രീതിയിൽ ആൾക്കാർ ഇപ്പോഴും ഒന്നുകൂടെ ഇറക്കിയാൽ ആൾക്കാർ കാണും. അങ്ങനെ ഇറങ്ങുന്ന ഇടയ്ക്ക് നമ്മുടെ മമ്മൂക്കയുടെ 2-3 സിനിമകൾ ഇറങ്ങിയിരുന്നു. അതെന്തുകൊണ്ടാണ് ഈ പറയുന്നത് എത്ര വാർത്തയാകാതെ പോവുകയോ അല്ലെങ്കിൽ വലിയൊരു കളക്ഷൻ്റെ ഇതിലേക്ക് പോകാതിരിക്കുക? എന്താണ് കാരണം? മമ്മൂക്കയുടെ സിനിമകൾ മോശമായതുകൊണ്ടാണോ? അതോ അദ്ദേഹത്തിൻ്റെ അഭിനയം മോശമായതുകൊണ്ടാണോ? ഇതൊന്നുമല്ല പ്രശ്നം. റിലീസ് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്ന സിനിമകളുടെ ക്വാളിറ്റിയാണ് പ്രശ്നം. മമ്മൂക്ക അഭിനയിച്ച എത്രയോ മാസ് അല്ലെങ്കിൽ നമ്മൾ ആൾക്കാർക്ക് വേണ്ട ആഘോഷിക്കാനുള്ള എലമെന്റുകളുള്ള സിനിമകളാണ് തിയേറ്റർ റീവിസിറ്റ് ചെയ്ത് ആൾക്കാർ കാണുകയുള്ളൂ. അല്ലാതെ ഒരു അവാർഡ് കിട്ടിയ സിനിമയോ ഓൾ ടൈം ഫേവറേറ്റോ ക്ലാസിക്കുകളോ വീണ്ടും തിയേറ്ററിൽ പോകാൻ ഒന്നെങ്കിൽ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ആൾക്കാർ പോയി കാണുമായിരിക്കും. അല്ലാതെ ഒരു ഫാമിലി ആയിട്ട് ലീവൊക്കെ എടുത്ത് ഇന്ന് പോയി കണ്ടേക്കാം. അവർക്ക് വീണ്ടും കൈയടിക്കാനും ഒന്ന് പോകാനും ഡാൻസ് കളിക്കാനും കൂടെ പാട്ട് കളിക്കാനും താളം വിടാനും ഒക്കെ ഇടാനുള്ള അതുപോലുള്ള ഒരു എലമെന്റ്സ് ഉള്ള സിനിമകളെ തിയേറ്ററിൽ രണ്ടാമത് വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ ആഘോഷിക്കുകയുള്ളൂ. അങ്ങനത്തെ സിനിമകൾക്ക് പകരം ഇപ്പം വടക്കൻ വീരഗാഥ എന്ന സിനിമ നമുക്കറിയാം, MDയുടെയും ഹരിഹരൻ്റെയും അദ്ദേഹത്തിൻ്റെ മലയാളത്തിൽ ഉണ്ടായ ഒരു വളരെ മനോഹരമായ മമ്മൂക്ക അടിപൊളിയായിട്ട് അഭിനയിച്ച കഥകളും നമുക്ക് നമ്മുടെ ചരിത്രവും പഴയ കാലവും ഒക്കെ എഴുതി ചന്തുവിൻ്റെ കഥയൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത നല്ല മനോഹരമായ സോങ്ങുകളുണ്ട്. പക്ഷെ തിയേറ്ററിൽ ആ സിനിമ 4K റിലീസ് ചെയ്താൽ ഒരു അത്രയും ഒരു ക്രൗഡ് പുള്ളിങ് പോയി കാണുമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. നമ്മളൊരു പക്ഷേ വീട്ടിൽ നിന്ന് CD-യോ അല്ലെങ്കിൽ TV ഇടുമ്പോൾ കാണുകയല്ലാതെ അതിനകത്ത് അങ്ങനത്തെ ഒരു ഫാൻ മൊമെന്റുകൾ സംഭവിക്കുക അല്ലെങ്കിൽ ഗൂസ് ബംസ് വരുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ് ഒരു റിലീസിൽ ആൾക്കാർ. കാരണം അങ്ങനത്തെ ക്രൗഡാണ് രണ്ടാമത്തെ സിനിമ കാണാൻ പോകുള്ളൂ. ഒരിക്കലും ഒരു വളരെ സീരിയസ് ആയ ഒരാൾ ലീവൊക്കെ എടുത്ത് സിനിമ കാണാൻ പോകണമെങ്കിൽ അത് പുതിയ സിനിമ ആയിരിക്കും. അല്ലാത്ത ആൾക്കാർ ഇത് വീണ്ടും ഫാൻ ആൾക്കാരും ഇത് സിനിമയെ അതുപോലെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഈ റിലീസ് സിനിമകൾ കാണാൻ പോകുന്നത്. അപ്പം വടക്കം വീരഗാഥ അങ്ങനെ ഒരു സിനിമയാണ്. പാലേരി മാണിക്കുന്ന സിനിമ അതിന് ശേഷം ഇറങ്ങിയത്. പാലേരി മാണിക്യം രഞ്ജിത്തിന്റെ ഈ പറഞ്ഞ രാവണപ്രഭു എടുത്ത രഞ്ജിത്തിന്റെ തന്നെ മറ്റൊരു സിനിമയാണ്. അതൊരു വളരെ മമ്മൂക്ക ഡബിൾ റോൾ അഭിനയിക്കുന്നു, നല്ല ഗംഭീര അഭിനയം, നല്ല കഥയുണ്ട്. പക്ഷേ ഇതുപോലെ തിയേറ്ററിൽ പോയി നമ്മൾ കൈയടിക്കാൻ മാത്രം അതിനകത്ത് എടുത്തു പറയാൻ രണ്ടാമത് പോയി ചെയ്യാനുള്ള എന്ത് എലമെന്റാണുള്ളത്? ആ പടം ഒരു നല്ല സിനിമയാണ്, വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കാണാനും വീട്ടിൽ നിന്ന് കാണാനൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ തിയേറ്ററിൽ ഈ പറഞ്ഞ ഫാൻസിന് പോലും വീട്ടിൽ ഒന്ന് കൈയടിച്ച് മമ്മൂട്ടിയുടെ ആരാധകർക്ക് പോലും പറയുന്ന മൊമെന്റുകൾ ആ സിനിമയുണ്ടോ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു വിരോധാഭാസം. മമ്മൂക്കയുടെ ബിഗ് ബി പോലുള്ള സിനിമകൾ എന്തുകൊണ്ട് റിലീസ് ചെയ്യുന്നില്ല? ബിഗ് ബി എന്ന് പറയുന്ന മലയാള സിനിമയുടെ ടോൺ സെറ്റ് ചെയ്തൊരു സിനിമയാണ്. അമൽ നീരദിന്റെ ആദ്യത്തെ സിനിമ. അദ്ദേഹം ഒരു വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിലേക്ക് വരികയോ അല്ലെങ്കിൽ ഒരു ഇത്ര സ്റ്റൈലിഷ് ആയിട്ടുള്ള സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള സിനിമകളൊക്കെ റിലീസ് ചെയ്യാതെ മമ്മൂക്കയുടെ ഇത്രയും അവാർഡ് കിട്ടിയ സിനിമകളും അല്ല അദ്ദേഹത്തിന്റെ ക്ലാസിക് സിനിമകളൊക്കെ ഇറങ്ങിയാൽ അത് ഈവൻ ഫാൻസ് പോലും കുറച്ചേ പോയി കാണുകയുള്ളൂ എന്ന് യാതൊരു സംശയമില്ല. മോഹൻലാലിനാണ് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഭരതോ വാനപ്രസ്ഥോ ഇറങ്ങിയ ഈ രീതിയിലുള്ള റിസപ്ഷൻ ആയിരിക്കില്ല അതിന് കിട്ടുന്നത്. കുറച്ചുകൂടെ ക്രൗഡ് വ്യത്യാസം വരും, കുറയും. അതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെയും ബിഗ് ബി എന്ന് പറയുന്നത് നമുക്കറിയാം, ബിലാൽ എന്ന കഥാപാത്രം ആർക്കും മറക്കാൻ കഴിയില്ല. അതിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഇപ്പോഴും ആളുകൾ വെയിറ്റിംഗ് ആണ്. കാരണം ആ കഥാപാത്രം നമുക്കറിയാം, ഒന്നും ചിരിക്കുക പോയില്ല. വളരെ നെടുനീളൻ ഡയലോഗ്, കാർത്തികേയന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നെടുനീളൻ ഡയലോഗുകൾ പറയുന്ന ആളല്ല ബിലാൽ. വെറുതെ 2 സെന്റൻസ് ഒക്കെ ഡയലോഗാണ്. കൊച്ചി പഴയ കൊച്ചിയിലെന്നറിയാം, ബിലാൽ പഴയ ബിലാൽ തന്നെയാണ്. 2 സെന്റൻസ് അല്ലേ ഉള്ളൂ. ഇത്തരം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം സിനിമയ്ക്കകത്ത് ഡയലോഗുകൾ 1, 2, 3 സെന്റൻസിനപ്പുറം പോകുന്ന വലിയ നെടുനീളൻ ഡയലോഗുകൾ മമ്മൂക്ക പറയുന്നില്ല. ആ ക്യാരക്ടറൈസേഷന്റെ പ്രത്യേകത അത്ര ഗംഭീരമായിട്ട് ആ ഡീറ്റെയിലിംഗ് കൂടാണ് കഥാപാത്രം. അത് അന്യായ സ്റ്റൈലിഷ്. എനിക്ക് തോന്നുന്നു ആ കഥാപാത്രം മലയാള സിനിമയിൽ അങ്ങനെ ചെയ്യാൻ അദ്ദേഹത്തിന് മാത്രമേ പറ്റൂ. അത് മച്ചുറായ അതുപോലെ എല്ലാം കണ്ട് ഇരുത്തം വന്ന ഒരു കഥാപാത്രമാണ് മമ്മൂക്ക. ആ സിനിമയ്ക്ക് അത്രയും ആരാധകരുണ്ട്. ഇപ്പോഴും ഇറങ്ങിയാലും 4K ഞാൻ ഫസ്റ്റ് ഡേ കാണാൻ പോയിരിക്കും, ഒരു സംശയമില്ല. അത്രയ്ക്ക് മനോഹരമായ, ഇപ്പം നമ്മൾ കണ്ടാൽ പോലും അതിന്റെ കളർ ടോണും അത് 4K വന്നാൽ അതിന്റെ വിഷ്വൽ ഭയങ്കരമായിട്ട് നന്നാകത്തേ ഉള്ളൂ. അത്തരം സിനിമകളാണ് റിലീസ് ചെയ്യേണ്ടത്. ഫാൻസിന് ഇഷ്ടം അത്തരം സിനിമകൾ വരാൻ വേണ്ടിയാണ് ആഗ്രഹം. രാജമാണിക്യം, ആ സിനിമ എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല? ആ സിനിമ റിലീസ് ചെയ്യട്ടെ. ആ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ആളുകൾ ആഘോഷിക്കും. മമ്മൂക്കയുടെ സ്റ്റാർഡം ശരിക്കും ആഘോഷിച്ച പടമാണ് രാജമാണിക്യം. അതിനകത്ത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് സുരാജ് വെഞ്ഞാറമൂട് മാറി നിൽക്കുന്ന രീതിയിലുള്ള തിരുവനന്തപുരം സ്റ്റൈലും സ്ലാങ്ങും ബെല്ലാരി രാജ എന്ന രീതിയിൽ മമ്മൂക്ക അതിനകത്ത് ഇമോഷണൽ സീൻസിന് കുറവുണ്ടോ? സോങ്സ്
സ്റ്റണ്ട്, എല്ലാ രീതിയിലും ഗൂസ് ബംസ് തരുന്ന അതിഗംഭീരമായ പടം. ഇത്തരം സിനിമകളൊക്കെ ആഘോഷമായിട്ട് തിയേറ്ററിൽ പോയി ആളുകൾ വീണ്ടും കാണും. കിങ് ഇറങ്ങിയാലും, കിങ് എന്ന സിനിമ നോക്കി, ഒരു ഷാജി കൈലാസ് മമ്മൂക്കയുടെ ഒരു ഹിറ്റ് എത്രയോ തവണ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടതല്ലാതെ TV കണ്ട. പക്ഷെ ആ സിനിമ ഇപ്പോഴും ഇത്ര മനോഹരമായിട്ട് കളക്ടർ വേഷം കൈകാര്യം ചെയ്ത വേറൊരു കഥാപാത്രം മലയാള സിനിമ ഉണ്ടോ? അത് ഒരു സ്റ്റൈലിഷ് കളക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണോ, ഈ പവറൊക്കെ പുള്ളിക്ക് ഉണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലൊക്കെയുള്ള ഒരു സിനിമാറ്റിക് പെർഫോമൻസ് ഉണ്ട്. സ്റ്റണ്ട് ഉണ്ട്, സ്റ്റോറി ഉണ്ട്, സ്റ്റൈലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം മമ്മൂക്കയുടെ സിനിമകളുടെ പ്രശ്നമല്ല റിലീസ് ചെയ്യുന്ന സിനിമകളുടെ സെലക്ഷനാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നു ഈ സിനിമകളുടെ ഒന്നും പ്രൊഡക്ഷൻ മമ്മൂട്ടി കമ്പനി ഇപ്പോഴൊക്കെ വന്ന കമ്പനിയാണല്ലോ, അതിന് വേറെ പല പല ആളുകളായതുകൊണ്ട് അവരാണല്ലോ തീരുമാനിക്കാറില്ല ഇത് ഇറക്കണോ വേണ്ടത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ സിനിമകൾ ഇറങ്ങാത്തത്. എനിക്കത് മരിക്കാർ ഫിലിംസ് ഒക്കെയാണ് ബി ചെയ്തതെന്ന് തോന്നുന്നു. അങ്ങനെ പല പല സിനിമകളും. പക്ഷേ മോഹൻലാലിൻ്റെ കുറേ സിനിമകൾ ഒരുപക്ഷെ പ്രണവ് ആർട്സോ അല്ലെങ്കിൽ ആശീർവാദ് സിനിമാസോ ചെയ്തുകൊണ്ട് അവർക്ക് തന്നെ ആ കോൾ എടുക്കാം. രാവണപ്രഭു ഇറക്കണോ, അല്ലെങ്കിൽ നരസിംഹ ഇറക്കണോ, ഗുരു, അങ്ങനെയൊക്കെയുള്ള സിനിമകൾ വേണോ വേണ്ടോ എന്നുള്ള കാര്യം ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർക്കുണ്ട്. മമ്മൂക്കയുടെ പഴയകാല സിനിമകൾ കുറച്ചൊക്കെ പലത് ചെയ്തുകൊണ്ട് അവർക്ക് ആ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അത് ഇറക്കാൻ സാധ്യത ഉള്ളായിരിക്കാം. പക്ഷെ നമുക്ക് നഷ്ടപ്പെടുന്നത് ഇങ്ങനത്തെ ഒരു റിലീസ് എക്സ്പീരിയൻസാണ്. ബിഗ് ബി ഒക്കെ ഫസ്റ്റ് ഡേ വീണ്ടും ഒന്നുകൂടെ തിയേറ്ററിൽ പോയി സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഡയലോഗിൽ മമ്മൂക്കയെ കാണിക്കുന്ന, മമ്മൂക്കയുടെ ഫസ്റ്റ് ഷോട്ടൊക്കെ കാണുന്ന സീനൊക്കെ ഒന്ന് ഓർത്ത് നോക്കി. അപ്പോൾ നിങ്ങൾ മമ്മൂട്ടി മോഹൻലാൽ ഫൈറ്റ് മാറുന്നത് നല്ല സിനിമകൾ ഇത് അവർ മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ഒരാൾ മറ്റൊരാളല്ല. അവർ രണ്ടുപേരും എൻ്റയർലി ഡിഫറൻ്റ് ആയ സ്കിൽഫുൾ ഉള്ള എല്ലാവർക്കും മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ട് ആൾക്കാരാണ്. അതുകൊണ്ട് ആ ഒരു ഫാൻ ഫൈറ്റ് വലിയ കാര്യമില്ല. നമുക്ക് നല്ല സിനിമകൾ അവിടെ നിന്ന് ഇനിയും പ്രതീക്ഷിക്കാം. അവരെ കണ്ടാണല്ലോ മലയാള സിനിമ ഇപ്പോഴും പഠിക്കുന്നത്. അവരെ ഫോളോ ചെയ്ത് അവരുടെ പാഷൻ സിനിമയോട് കാണിച്ചാൽ മാത്രമേ സിനിമയിൽ നിലനിൽക്കാൻ ഇപ്പോഴത്തെ കാലത്ത് പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് ഇപ്പം മലയാള സിനിമകളിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഒരു എവിടേക്കോ പല ആൾക്കാരും നമുക്ക് ഇവരുടെ അഭിനയത്തിൻ്റെ ഒരു ചെറിയൊരു ചൊവ കാണാം. അത് ഇൻഫ്ലുവൻസ് അത്രയും ചെറുപ്പം മുതലേ നമ്മളെ ചെയ്തുകൊണ്ടാണ് ഈ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ പല ആൾക്കാർ സംസാരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ അവരുടെ ശരീരത്ത് കയറുന്നത്. ഉദാഹരണം വേറൊരു കാര്യം, സുരേഷ് ഗോപിയുടെ കമ്മീഷണർ റിലീസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് കമ്മീഷണർ എന്ന സിനിമ എടുത്ത് റിലീസ് ചെയ്യുന്നത്? അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ, ദേശീയ അവാർഡ് കിട്ടിയ കളിയാട്ടം എന്താ ചെയ്യാത്തത്? അവാർഡിലോ അല്ലെങ്കിൽ ക്ലാസിക് സിനിമകളിലോ കാര്യം അതിനുള്ള ഓഡിയൻസ് വേറെ. ഈ സിനിമ അത്തരം സിനിമകൾ ഒരു ഫിലിം ഫെസ്റ്റിവലിനോ അല്ലെങ്കിൽ വേൾഡ് പ്രീമിയറിനൊക്കെ വേണമെങ്കിൽ ഒന്ന് മലയാളത്തിൻ്റെതായ ഒരു കാലഘട്ടത്തിന് അങ്ങനെയൊക്കെ വേണ്ടി കാണിക്കാം. അല്ലാതെ ആൾക്കാർക്ക് തിയേറ്ററിൽ വീണ്ടും പൈസ മുടക്കി ഉച്ച കഴിഞ്ഞ് ആഹാരം കഴിഞ്ഞ് ചാർജ് അയച്ചുമ്പോൾ തമാശക്ക് പിള്ളേരെ ഏറ്റവും കൂടുതൽ ഈ ചെറുപ്പക്കാരാണല്ലോ കൂടുതൽ പോയി ഈ റിലീസ് സിനിമ തിയേറ്ററിൽ കാണുന്നത്. പിന്നെ ജെൻസി ആൾക്കാർ ആ പഴയ വൈബ് കിട്ടാത്തവർ വീണ്ടും അതൊക്കെ കിട്ടാൻ വേണ്ടി അവർ പോയി കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് അട്രാക്ട് ചെയ്യുന്ന എലമെന്റ് ഇല്ലെങ്കിൽ സിനിമകൾ പരാജയപ്പെടും, അല്ലെങ്കിൽ അത്തരം സെലക്ടഡ് ഓഡിയൻസ് അതിലേക്ക് വരികയുള്ളൂ എന്നുണ്ട്. അപ്പോൾ റിലീസുകൾ വീണ്ടും അറിയപ്പെടാതെ പോകും. മമ്മൂക്കയുടെ ഗംഭീരമായ സിനിമകൾ റിലീസ് ചെയ്യട്ടെ, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എന്തായാലും ബിഗ് ബി എത്രയും വേഗം ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ഡേ പോയി കാണാൻ റെഡി ആയിട്ടിരിക്കാം. ഓക്കെ, അപ്പം വീണ്ടും കാണാം. താങ്ക് യു.